കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം തികയാറായി. റെസിൻ ആർട്ട് ചെയ്ത് പ്രിസർവ് ചെയ്യാനായി അന്ന് തൊട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വരമാല. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി നീക്കി വെച്ച് വരമാല ഇപ്പോൾ ഒരു പരുവമായിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് റെസിൻ ആർട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസ് ആവും എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഞാനത് സ്വന്തമായിട്ട് അങ്ങ് പരീക്ഷിക്കാമെന്ന് കരുതി. ഇതിനോടൊപ്പം എനിക്ക് കുഞ്ഞിൻ്റെ ഒരു ബേബി കീപ്സേക്കും കൂടി ചെയ്യാനുണ്ട്. എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ലാത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഞാൻ എന്തായാലും അതിനകത്തോട്ട് കൈപ്പണി ചെയ്യാൻ പോകുന്നില്ല. 2-3 ചെറിയ ഐറ്റംസ്, കീ ചെയിൻ പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഒറിജിനൽ ഐറ്റം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരിക്കലും ഞാനതൊരു ബിസിനസ്സായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും സ്വന്തം ആവശ്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ എനിക്ക് കിട്ടിയ കിറ്റ് ഇതാണ്. എനിക്ക് തോന്നുന്നു ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന്. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ ഡെമോ പാക്ക് വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഹാർഡ്നറാണ്. അത് B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആദ്യം എൻ്റെ കയ്യിലിരുന്നത് റെസിനാണ് കേട്ടോ. അത് A എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിൻ്റെ റേഷ്യോ 3:1 ആണ്. ഓരോ ബ്രാൻഡിനും ഓരോ രീതിയിലാണ്. നമ്മളെപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ റേഷ്യോ ശ്രദ്ധിക്കണം. അതായത് റെസിൻ 3 സ്പൂൺ, ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് സ്പൂണിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഷറിങ് ജാറാണ് എന്നുണ്ടെങ്കിൽ 3 റെസിൻ എടുക്കുമ്പോൾ അതിന് 1 ആണ് ഹാർഡ്നറിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. പിന്നെ പേപ്പർ കപ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും റീയൂസബിൾ അല്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒപ്പേക്ക് പിഗ്മെൻറ്റ്സ് ആണ്. എനിക്ക് 2 ഷെയ്ഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത് എന്താണെന്നുള്ളത് ഞാൻ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ തുറന്ന് നോക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് കളറ് നോക്കാം. എനിക്ക് തോന്നുന്നു ഒരു പിങ്കും ബ്ലാക്കും ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കളറ് വന്നിട്ട്. അപ്പോൾ 2 ഒപ്പേക്ക് പിഗ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഫോയിൽ പേപ്പേഴ്സാണ്. ഫോയിൽ ഗോൾഡൻ ആൻഡ് സിൽവർ ഫോയിൽ പേപ്പറുണ്ട്. പിന്നെ ഗോൾഡൻ പൗഡേഴ്സ് ഉണ്ട്. വൈറ്റ്, ഗോൾഡൻ, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഗ്ലിറ്ററാണ് കേട്ടോ. ഗ്ലിറ്റർ പൗഡറാണ് ഉള്ളത്. അങ്ങനെ കുറച്ച് സ്വീക്വൻസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒരു 8 പീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് കീ ചെയിൻ്റെ റിങ്സ് ആണ്. പിന്നെ വരുന്നത് ഒരു 4 ഇഞ്ച് സൈസ് വലിപ്പം വരുന്ന ഒരു സിലിക്കൺ മോൾഡാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഇത് റെസിനും ഹാർഡ്നറോട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്വീക്വൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇത് വരുന്നത് ആൽഫബറ്റ് പിന്നെ പ്ലസ് നമ്പർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മോൾഡാണ്. ഇത് അത്യാവശ്യം യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അടുത്തതായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് ഗ്ലൗസസ് ആണ് കേട്ടോ. ഒരു 2 പെയേഴ്സ് ഉണ്ട് ഹാൻഡ് ഗ്ലൗസസ്. പ്ലാസ്റ്റിക് ആണ്. ഇതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമുക്ക് ഈ സർജിക്കലായിട്ടുള്ള ഗ്ലൗസ് വരില്ലേ, അതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഇത് കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഉടനടി തന്നെ പ്രോസസ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വിചാരിച്ച പോലെയല്ല സംഭവം. ഭയങ്കര മെസ്സി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതിന് യാതൊരു ഐഡിയയും എനിക്കില്ല. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉടനെ അങ്ങ് ചെയ്തു. ഹാൻഡ് ഗ്ലൗസസ് വേണം, മാസ്ക് യൂസ് ചെയ്യണം. ഇത് രണ്ടും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായി തീർന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.